തൃക്കാക്കര പൊതുശ്മശാനത്തിലാണ്. എന്താണ് ഇവിടെ എന്നല്ലേ? ഒരു കാര്യമുണ്ട്. ഇവിടെ നമ്മൾ തീർച്ചയായും പരിചയപ്പെട്ടിരിക്കേണ്ട ഒരാളുണ്ട്. കാണാം. ഇത് സെലീന മൈക്കിൾ. ഞാൻ സെലീന ചേച്ചി എന്ന് വിളിക്കും. മൃതദേഹങ്ങൾ എരിയുന്ന ചൂടിലെ പെൺജീവിതത്തിന്റെ നേർക്കാഴ്ചയാണ് ഈ ചേച്ചി. സെലീനയുടെ കഥയാണ് ഈ വനിതാ ദിനത്തിൽ മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ചേച്ചി, തികച്ചും അസാധാരണമായിട്ടൊരു കാഴ്ചയാണല്ലോ. ഞങ്ങളൊക്കെ ഇത് ദൂരെ മാറി നിന്ന് കാണുന്നതാണ്. ചേച്ചിയാണെങ്കിൽ വളരെ കൂളായി ഇതിൽ ഇടപെടുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യും. എങ്ങനെയായത്? അന്നത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് നമ്മൾ ഇതിലേക്ക് കടന്നു വന്നത്. എൻ്റെ ഭർത്താവില്ല, 2 പെൺപിള്ളേരാണ്, അവരെ വളർത്തണ്ടേ. 16 വർഷമായി ഞാൻ ഇതിലോട്ട് വന്നിട്ട്. ഞാൻ എല്ലാ വർഷവും മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ടെൻഡർ എടുക്കുന്നതാണ്. അപ്പം നമുക്ക് നമ്മുടെ കോളാണ്, നമ്മുടെ ഫോണിലെ കോള് വരുള്ളൂ, മരിച്ചറിയിപ്പ്. നമ്മൾ മാസം ഓരോ ബോഡിക്ക് അനുസരിച്ച് മുനിസിപ്പാലിറ്റിയിൽ പൈസ അടക്കണം. 2 ബോഡി 2 ഷട്ടറിൽ വെക്കും, അടുത്ത ബോഡി ഗ്യാസിൽ വെക്കും. അങ്ങനെ. ചേച്ചി, രാവിലെ ഈ ശ്മശാനത്തിൽ വരുമ്പോൾ ആദ്യം എന്താ ചെയ്യുന്നത്? എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ക്രമീകരണം? രാവിലെ നമ്മൾ തലേ ദിവസത്തെ ബോഡി വരുമ്പോൾ അതിൻ്റെ അസ്ഥിയൊക്കെ എടുത്തു കൊടുക്കുക. ഓരോ ഭാഗത്തു നിന്നുള്ള അസ്ഥി. ഇത് കാലിൻ്റെ ഭാഗം, നെഞ്ചിൻ്റെ കൂട്, ഇത് തലോട്ടിയുടെ ഭാഗം. നമ്മൾ ഇതിൻ്റെ ഈ വിടവ്, ചെറിയൊരു വിടവുണ്ട്, ആ വിടവിൽ കൂടി എല്ലാം അടിച്ച് ക്ലീൻ ചെയ്യും. താഴേക്ക് ഇടും. എന്നിട്ട് താഴെ കൂടി അപ്പുറത്ത് കൂടി ചെന്ന് താഴെ കൂടി ചെന്ന് അതിൻ്റെ ഓവിലുള്ളത് ഷവല് കൊണ്ട് വലിച്ചു മാറ്റണം. ഏകദേശം എത്ര ചടങ്ങുകൾ ഇങ്ങനെ അന്ത്യകർമ്മങ്ങൾ നടത്തിയിട്ടുണ്ട് ചേച്ചി? 10,000-6,000 മുകളിൽ ബോഡി കത്തിച്ചിട്ടുണ്ടാകണം. ബോഡി ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നല്ലോണം കത്തി തീരുമ്പോൾ ബോഡി ഒരു സൈഡിലോട്ട് പോകും, സൈഡിലോട്ട് നീങ്ങും. ഈ ശരീരം ഒന്ന് അനങ്ങുമ്പോൾ അല്ല കത്തി പകുതിയിലോട്ട് സൈഡിലോട്ട്. അപ്പം നമ്മൾ ആ ശരീരം കൊണ്ടിരിക്കുന്ന ബോഡി നടുക്കാണ് നമ്മൾ കട്ടിയുള്ള വിറക് വെക്കുന്നത്. അപ്പം നടുക്കോട്ട് കൊണ്ടുവന്ന് തള്ളി വെക്കണം. ഈ ദഹിപ്പിക്കാൻ എത്ര നേരം എടുക്കും സാധാരണ? അസുഖങ്ങളൊന്നുമില്ല. ഒരു വയസ്സായ ബോഡിയാണെങ്കിൽ 2 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂർ കൊണ്ട് തീരും. അല്ലാത്ത ബോഡി, മെഡിസിൻ ചെന്ന ബോഡിയൊക്കെ ആണെങ്കിൽ ക്യാൻസർ, വൃക്ക, മഞ്ഞപ്പിത്തം അങ്ങനെയുള്ള ബോഡി മെഡിസിൻ ചെന്ന ബോഡിയാണെങ്കിൽ ചിലപ്പോൾ 4 മണിക്കൂർ, ചിലപ്പോൾ 5 മണി, 8 മണിക്കൂർ വരെ കത്തിയ ബോഡികളുണ്ട്. ബോഡി വെച്ച് കഴിഞ്ഞ് വിറക് കൊണ്ട് മിനിമം ഒന്ന് പൊതിയാനേ പാടുള്ളൂ. ഒരുപാട് വിറക് കൂട്ടി വെച്ചാൽ ബോഡി കത്തി പിടിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഒന്ന് അനങ്ങും. ചൂട് നമ്മുടെ ശരീരത്തിൽ ചൂട് പിടിക്കുമ്പോൾ ഒന്ന് അനങ്ങും. അപ്പോൾ കൈയും കാലൊക്കെ ഇങ്ങനെ നിവരും. അപ്പോൾ ഈ വെച്ചേക്കുന്ന വിറകൊക്കെ താഴ്ചോട്ട് പോകും. അപ്പം അതാണ് ഈ ചിലവർ പറഞ്ഞാൽ നെഞ്ച് പൊട്ടി, തല പൊട്ടി എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണങ്ങൾ അതാണ്. നെഞ്ചും കൂടെ എന്ന് പറയുമ്പോഴും നല്ലോണം കനൽ കട്ടിയുള്ള വിറക് വെച്ച് കത്തിത്തീരണം. എന്നാലേ നെഞ്ചും കൂട് കത്തി ഇതേമാരെ നമ്മൾ കട്ടാട്ട് പോലെ കണ്ട അത് ഇതാവുള്ളൂ. തലോട്ടിയൊന്നും പൊട്ടൂല. ഇങ്ങനെ കമ്പി കൊണ്ടൊന്ന് പയ്യനൊന്ന് മുട്ടി നല്ല ചൂടായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് കാണാം. തീ ഇങ്ങനെ ഇതായിട്ട് ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് മുട്ടിയാൽ മതി, തലോട്ടി പൊട്ടിപ്പോയിക്കോളും. നേരത്തെ പറഞ്ഞില്ല, പല എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അവിടെയാണ് ഈ വർക്കീസ് വർഷിപ്പ് എന്ന് പറയുന്നത്. പേടി തോന്നിട്ടില്ല? ഇല്ല, എനിക്ക് പേടി തോന്നിട്ടില്ല. മരിച്ചവരെന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യില്ല. നമ്മൾ ഈ 2 കാലിൽ നടക്കുന്ന മനുഷ്യർ മാത്രമേ നമ്മൾ ഉപദ്രവിക്കുള്ളൂ. മനുഷ്യൻ എന്തൊക്കെയായിരുന്നു ഇവിടെ വരുള്ളൂ. സ്ത്രീകൾക്ക് എല്ലാ ജോലിയും ചെയ്യാൻ കഴിയും. ആത്മാക്കൾക്കൊപ്പം ഒരു ജീവിതമാണ്. ആത്മാക്കളുടെ ഒപ്പം ജീവിതം. ചിത കത്തി അമരുകയാണ്. സ്ത്രീകൾക്ക് ഇന്ന ജോലികളൊക്കെ പാടുള്ളൂ എന്ന യുക്തിരഹിതമായിട്ടുള്ള ചില വിധികൽപ്പനകൾ ചിലർ നടത്താറുണ്ട്. അവർക്ക് ജീവിതം കൊണ്ട് മറുപടി നൽകുകയാണ് സെലീന ചേച്ചി. നിശ്ചയദാർഢ്യത്തിൻ്റെയും മനോധൈര്യത്തിൻ്റെയും കരുത്തിൽ അവർ പോരാടി മുന്നേറുകയാണ്. ക്യാമറമാൻ വേണുവിനൊപ്പം എസ് ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.